കൊടുക്കുന്ന ഈ വളങ്ങൾ പ്ലാന്റ്സിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സംഭവം ഈ പ്ലാന്റിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടത്തുള്ളൂ. പക്ഷേ 15 ദിവസം കൂടുമ്പോൾ വരെയും നമുക്ക് മറ്റ് പ്ലാന്റുകൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നമ്മൾ ഏത് വളം കൊടുക്കുമ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്ലാന്റിൽ അപ്ലൈ ചെയ്തിരിക്കണം. ജൈവവളമായാലും ഒക്കെ ഇതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണത്. സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ യെല്ലോയിഷ് ആയിട്ടുള്ള ആ ഒരു ഇത് മാറിയിട്ട് നല്ലൊരു ഗ്രീൻ കളർ കിട്ടാനും അതുപോലെ പ്ലാന്റിന് ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആണ്. ശരിക്കും നല്ലതായിട്ട് തണ്ടിന് കനം വയ്ക്കാനും ലീഫുകൾക്കൊക്കെ സൈസ് കൂട്ടാനും. ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന് നല്ല വലിപ്പം ഉണ്ടാവാനും. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോവിങ് സീരീസിൻ്റെ 21 എപ്പിസോഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് 21ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈപ്പ് ഫെർട്ടിലൈസറുകൾ, ഇൻസെക്ടിസൈഡുകളൊക്കെ നമ്മുടെ പ്ലാന്റ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മളിപ്പം മഴയൊക്കെ ഒന്ന് മാറി നല്ല വെയിലുണ്ട്, മഞ്ഞുകാലമാണ്, എങ്കിൽ നല്ല വെയിലാണ് നമ്മൾ പകൽ സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ടൈമാണ് നമ്മുടെ പ്ലാന്റ്സൊക്കെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ വളങ്ങൾ പ്ലാന്റ്സിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സംഭവം ഈ പ്ലാന്റിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇതിന് അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടത്തുള്ളൂ പ്ലാന്റുകൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ്, അതിൻ്റെ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ പോട്ട്സ് സംഭവങ്ങളെല്ലാം തന്നെ നമ്മളുടെ വാട്സപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ബർണിക്കാവാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങളുടെ ഇതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളുടെ പ്ലാന്റിൽ കൊടുക്കാൻ പോകുന്ന ഈ ഏറ്റവും നല്ല രീതിയിൽ പ്ലാന്റിന് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ പ്ലാന്റിൽ കൊടുക്കുന്ന അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ, അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സെക്കൻഡറി ന്യൂട്രിയൻ്റാണ് നമ്മൾ ഇന്നിപ്പോൾ പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം വെയിൽ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ശരിക്കും മഴ സമയത്തൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണിത്. അതുപോലെ തന്നെ മഴ മാറി വെയിൽ തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കിത് കൊടുക്കാം. ഏറ്റവും നല്ല ടൈമാണ് കൊടുക്കാനായിട്ട്. ഈ ഒരു എപ്പിസോഡ് ആയപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാന്റ്സ്, ഞാൻ കഴിഞ്ഞ തവണ ആ ഡ്രൈനെസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും പ്ലാന്റിൻ്റെ. അപ്പം ഇപ്പോൾ നന്നായിട്ട് ഒരു ഫ്രഷ് ലുക്കിലൊക്കെയാണ് പ്ലാന്റ് ഇരിക്കുന്നത്. പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട്. മിക്ക പ്ലാന്റ്സും ആ ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. പഴയ ലീഫുകൾക്കൊക്കെ ചെറിയൊരു ഗ്രീൻ യെല്ലോയിഷ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ പുതിയ ഒരുപാട് ലീഫൊക്കെ വന്നു. അതുപോലെ നമുക്ക് ചെറിയ തൈകളൊക്കെ വന്നത്, അതൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അത്യാവശ്യം പ്ലാന്റ് നല്ലൊരു ഹെൽത്തി കണ്ടീഷനിലോട്ട് വന്നു. കുറച്ച് നാൾ നമ്മൾ ഇടയ്ക്ക് വെള്ളം ഒഴിക്കാത്തതിൻ്റെയാണ് ഈ തണ്ടുകളൊക്കെ ഡ്രൈ ആയി പോയത്. ഇപ്പോൾ പക്ഷേ അത് മാറിയിട്ട് പുതിയ തൈകളും വന്നു, തണ്ടുകളൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് പ്ലാന്റിന്. അപ്പോൾ 21ാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ കണ്ടീഷനെ. അപ്പോൾ നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത് എപ്സം സോൾട്ട് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതായത് മഗ്നീഷ്യം സൾഫേറ്റ്. ഇതൊരു പഞ്ചസാര തരി പോലെയുള്ള ഫെർട്ടിലൈസറാണ് കേട്ടോ. വളരെ എഫക്റ്റീവാണ് പ്ലാന്റ്സിന്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ ലീഫിൻ്റെ യെല്ലോയിഷ് ആയിട്ടുള്ള ആ ഒരു ഇത് മാറിയിട്ട് നല്ലൊരു ഗ്രീൻ കളർ കിട്ടാനും അതുപോലെ പ്ലാന്റിന് ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആണ്. ശരിക്കും നല്ലതായിട്ട് തണ്ടിന് കനം വയ്ക്കാനും ലീഫുകൾക്കൊക്കെ സൈസ് കൂട്ടാനും. ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിന് നല്ല വലിപ്പം ഉണ്ടാവാനും മണം കൂടുതലായിട്ടുണ്ടാകാനുമായിട്ടൊക്കെ നമുക്ക് ഈ എപ്സം സോൾട്ട് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കാനായിട്ട് മണ്ണിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിത്തുകൾ മുളയ്ക്കും, പ്ലാന്റ്സ് പെട്ടെന്ന് ഗ്രോ ആവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നമ്മുടെ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവം രോഗാണുക്കൾ, അതായത് രോഗങ്ങളെ ചെറുക്കാനായിട്ടും നമ്മുടെ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പല പല ഗുണങ്ങളാണ് ഈ എപ്സം സോൾട്ടിനുള്ളത്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് നമ്മൾ ഈ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പ്ലാന്റ്സിലുണ്ടാകുന്ന ഒരു ചേഞ്ച്. നല്ല ഗ്രീൻ ലുക്കിലോട്ട് വരും, ഭയങ്കര ഒരു കനം വയ്ക്കും പ്ലാന്റിന്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് പറയുന്ന റേഷ്യോയിൽ ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ പ്ലാന്റ് കരിഞ്ഞു പോവും, അത്ര എഫക്റ്റീവാണ്. ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. ഇത് പ്രധാനമായിട്ടിത്
ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൽ നമ്മൾ കൊടുക്കുന്ന നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അതിനെ അബ്സോർബ് ചെയ്യാൻ നമ്മൾ പ്ലാന്റിന് ഇപ്പോൾ ഒരു വളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്ലാന്റിന് അബ്സോർബ് ചെയ്യാൻ ഒരു കപ്പാസിറ്റി വേണം. ആ പ്ലാന്റിന് ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് നമ്മൾ ആ കൊടുക്കുന്ന വളങ്ങൾ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ അത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടുന്ന ഒരു വളമാണ് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊടുത്തെങ്കിൽ മാത്രമേ പ്ലാന്റ്സിന് ആ ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ മണ്ണിൽ വളരുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ആ ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂട്ടാനാണ് മണ്ണിൻ്റെ ആ പ്രോപ്പർട്ടി മാറ്റിയിട്ട് ആ പ്ലാന്റ്സിന് ആ ഒരു കപ്പാസിറ്റി കൊടുക്കുക വേരുകൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് നമ്മൾ ഓർക്കിഡിൽ മാത്രമല്ല, നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്, ഫ്ലവറിങ് പ്ലാന്റ്സ്, വെജിറ്റബിൾസ് ഇതിലൊക്കെ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേ അളവിൽ തന്നെ എല്ലാത്തിനും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പാക്കറ്റാണ്. പല ടൈപ്പ് കമ്പനികൾ ഇത് ഇറക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ സൂക്ഷിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പഞ്ചസാരയുടെ തരി പോലെയാണ്. അപ്പോൾ അതിങ്ങനെ മെൽറ്റായിട്ട് അലിഞ്ഞിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് വയ്ക്കുക. നമുക്കിന്നതൊന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു തരി 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ മറ്റ് വലിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ 5 ഗ്രാം വരെയും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള കണക്കിലാണ് ഞാൻ ഈ ഒരു വളം കൊടുക്കാറുള്ളത്. ഓർക്കിഡ്സിനൊക്കെ ആ ഒരു റേഷ്യോ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിക്കറൊന്ന് ഇളക്കാം. ഞാനിതിന് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു എയർ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നിങ്ങൾ എടുത്ത് വയ്ക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും അടുക്കളയിലൊന്നും കൊണ്ട് വയ്ക്കരുത്. കാരണം ഇത് കറക്റ്റ് ആ പഞ്ചസാരയുടെ അതേ ഇത് തന്നെയാണ് വരുന്നത്. വെറുതെ കുട്ടികളെങ്ങാണോ എടുത്ത് യൂസ് ചെയ്ത് കളയും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇങ്ങനെയുള്ള ഫെർട്ടിലൈസറുകളായാലും സെക്ടിസൈഡൊക്കെ ആയാലും എപ്പോഴും നിങ്ങൾ കുറച്ച് ചിൽഡ്രൻസൊക്കെ വരാത്ത സ്ഥലത്തേട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. ഇത് ഇപ്പോൾ ബോട്ടിലൊക്കെ ഇട്ട് വെച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല പഞ്ചാരയാണോ ഒന്നും ഒരു മാറ്റമല്ല. അത്രയ്ക്കും സിമിലാരിറ്റി ഉണ്ട് ആ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇത് ഒരു 5 ഗ്രാമിൻ്റെ നമ്മുടെ ഗ്രീൻ കെയറിൻ്റെ NPK ഒക്കെ വരുന്നതിനകത്ത് കിട്ടുന്ന നമ്മളുടെ സ്പൂൺ. അത് 5 ഗ്രാമാണ്. കറക്റ്റ് നെഗൊക്കെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് 1 ലിറ്ററിലേക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ വെള്ളമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1 ഗ്രാം മതിയാവും. അപ്പോൾ ഇതിൻ്റെ 5ൽ 1 ഭാഗം മതി. അപ്പോൾ ബാക്കി നമുക്ക് ഇട്ടിട്ട് 1 ഗ്രാം മാത്രം എടുക്കാം. അപ്പോൾ ഇത് നമ്മളെപ്പോൾ കൊടുത്താലും അതിരാവിലെ തന്നെ സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് കുറച്ച് ചൂടുള്ള വളമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ ഉപയോഗിക്കുക. സൂര്യൻ്റെ ചൂട് ഒരുപാട് കൂടുന്നതിന് മുമ്പായിട്ട് നമ്മളിത് യൂസ് ചെയ്ത് മാറണം. ഇത്രയും മതിയാവും. 1 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ തരി കറക്റ്റ് നമ്മുടെ പഞ്ചസാരയുടെ ആ തരി പോലെ തന്നെ ആയിരിക്കുന്നത് കണ്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും കിച്ചണിലൊന്നും കൊണ്ട് വെക്കരുത്. പിന്നെ ഇത് ഫിഷ് ടാങ്കിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതെനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ 1/2 ലിറ്ററിൻ്റെ സ്പ്രെയർ ബോട്ടിലാണേ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ 1 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യാം. വെള്ളത്തിൽ അലിയാനായിട്ട് 2 മിനിറ്റ് എടുക്കും. കണ്ട തരിനകത്ത് കിടക്കുന്നുണ്ടോ. നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യാവേ. അപ്പോൾ നമുക്കിത് ലീഫിൽ തണ്ടിലും ഒക്കെ വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്യാവേ. ഇതിൻ്റെ കൂടെ മറ്റ് വളങ്ങളൊന്നും ചേർത്തടിക്കാത്ത കേട്ടോ നല്ലത്. ഇത് മാത്രമായിട്ട് തന്നെ അടിക്കുക എപ്പോഴും അടിച്ചാൽ. അതുപോലെ ഒരു 15 ദിവസത്തെ ഇടവേളയിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓർക്കിഡിലൊക്കെ വേണമെങ്കിൽ ഒരു മാസത്തിൽ 1 തവണ മാത്രം മതിയാവും. നമ്മൾ മാസത്തിലൊക്കെ കൊടുക്കാറുള്ളൂ ഇത്. പക്ഷേ 15 ദിവസം കൂടുമ്പോൾ വരെയും നമുക്ക് മറ്റ് പ്ലാന്റുകൾക്കൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. നമ്മൾ ഏത് വളം കൊടുക്കുമ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്ലാന്റിൽ അപ്ലൈ ചെയ്തിരിക്കണം. ജൈവവളമായാലും ഒക്കെ ഇതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണത്. സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് ഈ ഒരു മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ നമ്മുടെ എപ്സം സോൾട്ടൊക്കെ കൊടുത്തിട്ട് പ്ലാന്റ്സ് ഇതാ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരുപാട് അളവ് കൂട്ടി കൊടുക്കരുത്, അത് വളരെ ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് കരിഞ്ഞു പോകും പ്ലാന്റ്. അപ്പോൾ ഒരു 2 ഗ്രാം മാത്രം എടുത്താൽ മതി. നമുക്ക് ഓർക്കിഡിലായതുകൊണ്ട് ഒരു 30 ദിവസത്തെ ഒരു ഇടവേളയിൽ നമുക്ക് പ്ലാന്റിൽ അപ്ലൈ ചെയ്യാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അത് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന റിസൾട്ടുകളൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.